എൻ്റെ കഥകൾ ഒരുപാട് മോഷണം പോയിട്ടുണ്ട്. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ സിനിമയല്ല കേട്ടോ, തമ്മനയിലായിട്ട് ഇത് വരുമോ, എൻ്റെ കഥകൾ ഒരുപാട് മോഷണം പോയിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഇതിൻ്റെ. അപ്പം അങ്ങോട്ട് ഇട്ടെന്ന് അതെങ്ങനെയാന്ന് വെച്ചാൽ ബ്ലോഗിലിടുന്ന കഥകൾ വാട്സപ്പ് ഫോർവേഡായിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് എഴുതിയത് ഞാനാണെന്ന് പോലും ആർക്കും അറിയുന്നുണ്ട്, മെൻഷൻ ഉണ്ടാവില്ല. ചിലർ സ്വന്തം പേരിൽ കഥകൾ പണ്ട് കാലത്ത്, ഇപ്പം അത് കുറവാ. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ പോപ്പുലർ ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് തരും. മുമ്പ് അത് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. കുറേ പേജസുകൾ ഇഷ്ടം പോലെ വാട്സപ്പിൽ ഇറിറ്റേഷൻ വരും ആ സമയത്ത്. പിന്നെ അതിന്ന് വരുന്ന ഒരു ഓഡിയൻസ് എങ്ങനെയെങ്കിലൊക്കെ തപ്പിപ്പിടിച്ച് വരും ഈ കഥ. അങ്ങനെയും ചിലർ വന്ന് പറയാറുണ്ട്, ഈ കഥ എങ്ങനെ കണ്ട്, അപ്പോൾ അത് ഗൂഗിൾ ചെയ്തിട്ട് റിവേഴ്സ് സെർച്ച് ചെയ്തിട്ടൊക്കെ വന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കാരണം നമ്മളതൊരു പബ്ലിക് മീഡിയത്തിൽ ഇടുകയാണ്, അവിടുന്ന് അത് ഇങ്ങനെ സ്പ്രെഡായി പോകും. നമുക്കൊരു പ്രോപ്പറായിട്ട് അതെ പ്രോപ്പറായിട്ടുള്ള ചിലത് ഷോർട്ട് ഫിലിംസ് ആയിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ ഐഡിയാസ് ഒക്കെ എടുത്തിട്ട് ഷോർട്ട് ഫിലിം ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്, അല്ലാതെ സിനിമ കഥകളൊന്നും ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ പേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഥകൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവാം, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ അയാൾ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ഒരു ഐഡിയ ചിലപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പറയും. നമ്മളത് ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കാതെ അത് പറയുന്നേ വേണം എന്നുള്ളതാണ് ഒരു അഡ്വൈസ്.